ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ടു ലീഡ്സ് അക്കാദമി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലാസ്സുകളുടെ ഒപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ SSLC ബാച്ചിന്റെ അഗ്നി ബാച്ച്, SSLCയുടെ അഗ്നി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്മിഷനൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം പ്രത്യേകതകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 300-ൽ കൂടുതൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക കോഴ്സാണ്. സാധാരണ കോഴ്സുകളെക്കാൾ ഉപരി, ഓൺലൈൻ ക്ലാസ്സുകളെക്കാൾ ഉപരി ലിമിറ്റഡ് നമ്പർ സ്റ്റുഡൻസിനെ മാത്രം വെച്ചുള്ള ബാച്ചുകളാണ് അഗ്നി ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് ക്ലാസ്സുകൾ എടുക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർക്ക്, അതായത് ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്കാണ് ലീഡ്സ് അക്കാദമി ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 100ഓളം ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതായത് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനോട്, ട്യൂട്ടറിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്തിട്ടുള്ള ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച്. അതേപോലെ തന്നെ സ്ട്രോങ് ആൻഡ് ഡെയിലി മെന്ററിങ് സപ്പോർട്ട്. ഓക്കെ, നിങ്ങൾക്ക് മോണിറ്ററിങ് ഉണ്ടാവും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ, ആ ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളോട് എന്നും ക്ലാസ്സുകൾ കഴിഞ്ഞ ശേഷം ചോദിക്കുന്ന മെന്റേഴ്സ് ഉണ്ട്. അത് ഡെയിലി നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ 1-to-1 മെന്ററിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു മെന്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെന്റർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും, ഓക്കെ, പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും, ഈവൻ സ്കൂളിന്റെ കാര്യത്തിൽ അടക്കം, സ്കൂളിലെ സബ്ജക്ട് ഇല്ലെങ്കിൽ പോർഷൻസ് എടുത്തു പോകുന്നത് അടക്കം നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആപ്പ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിച്ച്, സിസ്റ്റം, ഡെസ്ക്ടോപ്പ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള വെബ് വേർഷനും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലീഡ്സ് അക്കാദമി എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ഫാക്കൽറ്റീസിനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡെയിലി എക്സാമുകൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷ എഴുതി നോക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞാലേ നമുക്ക് പരീക്ഷയുടെ പേടി മാറിയുള്ളൂ. കാരണം നമ്മൾ പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിന്റെ അഗ്നി ബാച്ച്. ഏകദേശം 7,800 രൂപയോളം വരുന്ന കോഴ്സിന് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 5,500 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഈ ഫീസ് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് പൈസ അടയ്ക്കാൻ സൗകര്യമില്ലെങ്കിൽ തവണകളായിട്ട്, അതായത് ഇൻസ്റ്റാൾമെന്റ് പിന്നെ രീതിയിൽ നിങ്ങൾക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് മാത്സും മറ്റ് സബ്ജക്റ്റുകളൊക്കെ നല്ല സൂപ്പറായിട്ട് പഠിച്ച് SSLCക്ക് ഫുൾ A+ മേടിക്കാൻ നിങ്ങളുടെ കൂടെ ലീഡ്സ് അക്കാദമി ഉണ്ടായിരിക്കും. അപ്പോൾ സമയം കളയണ്ട, നേരെ എന്ത് ചെയ്തോളുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഈ വർഷം നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയകളിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് ലീഡ്സ് അക്കാദമി റെഡിയാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരുമിച്ച് അങ്ങ് പൊളിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ സബ്ജക്റ്റിലേക്ക് നേരെ പോകാം. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് SSLC മാത്സിന്റെ ആദ്യത്തെ പാഠത്തിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ SSLCയുടെ 10ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠം കേട്ടോ. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ ഈ സാധനമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ്? നമുക്ക് നോക്കാം എന്താണ് സീക്വൻസ് എന്ന് നോക്കാം. ഓക്കെ, ചുമ്മാ ഞാനൊരു നമ്പർ എഴുതുകയാണേ, 2, 4, 6. ബാക്കി നിങ്ങൾ പറയണേ, ആലോചിച്ചോ. ഓക്കെ, 5, 10, 15, 20. ബാക്കി 2 നിങ്ങൾ ആലോചിച്ച് പറയണേ. ഓക്കെ, അടുത്ത നമ്പർ ഇങ്ങനെയാണ്: 1, 2, 4, 7.
ഓക്കെ, 1, 4, 9, 16, ബാക്കി 2. ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ, എന്തായിരിക്കും ഇതിന്റെ ഉത്തരം കിട്ടുക എന്ന് നോക്കി. ആദ്യത്തെ 2, 4, 6, അടുത്ത പറ. ഓഫ് കോഴ്സ് 8, 10, 12. ഇനിയും നമ്മൾ എഴുതും അല്ലെ, 12, 14, 16, 18 എന്നൊക്കെ എഴുതും. കാരണം നമുക്ക് അതിന്റെ ഒരു ട്രിക്ക് മനസ്സിലായി, എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. 2, 2, 4, 2, 6, 2, 8, 2, 10, 2, 12 അങ്ങനെ കൂട്ടി കൂട്ടി എഴുതാം. ഇല്ലെങ്കിൽ വേറൊരു നിർവചനം കൂടി ഇതിന് പറയും. ഇതെന്താണ്? ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യകളാണ് എഴുതിയേക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ. 5, 10, 15, 20 പറഞ്ഞോ. 25, 30 ഇനിയും വേണം എഴുതാം. 35, 40, 45, 50, 55 എന്നിങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് എഴുതി പോകാം. കാരണം ഇത് 5ന്റെ ഗുണിതങ്ങളാണ് അല്ലെ. മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. 5, 10, 15, 20, 25, 30, 35, 40, 45 ഇങ്ങനെ എഴുതി 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 നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഇത് രണ്ടും നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ. ഇനി ഇത് നോക്കിക്കേ, ഇത് സിമ്പിൾ ആയിട്ട് പറയാനൊക്കെ പറ്റൂ കേട്ടോ. ഒന്ന് ശ്രമിച്ചു നോക്ക്, കിട്ടുന്നുണ്ടോന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം, നോക്കിക്കോ. 1, 1, 2 കിട്ടിയായിരുന്നോ? 2, 2, 4. ഇവിടെ 1 കൂട്ടി, ഇവിടെ 2 കൂട്ടി. അങ്ങനെയെങ്കിൽ 4, 3, 7. അങ്ങനെയെങ്കിൽ അടുത്തത് ഏതായിരിക്കും കൂട്ടുക? പറഞ്ഞേ. 4 കൂട്ടും അല്ലെ. 7, 4, 11. അടുത്ത ഏത് കൂട്ടും? 5 കൂട്ടും. 11, 5, 16. അടുത്തതോ? 6 കൂട്ടും. 16, 6 നമുക്ക് 22 ആൻഡ് സോ ഓൺ. നമുക്ക് അങ്ങനെ എഴുതി പോകാം. ഓക്കെ, അടുത്തതോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെങ്ങനെ കിട്ടുക? പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. ഇവിടെ നോക്ക്, 1 സ്ക്വയർ എത്രയാ? 1. 2 സ്ക്വയർ എത്രയാ? 4. 2 സ്ക്വയർ 2 ഇൻറ്റു 2. ദെൻ 3 സ്ക്വയർ, 3ന്റെ സ്ക്വയർ 3 ഇൻറ്റു 3 എത്രയാ? 9. 4ന്റെ സ്ക്വയർ എത്രയാ? 16. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് അടുത്ത എന്തിന്റെ ആയിരിക്കും? 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാ? 25. അടുത്ത എത്രയായിരിക്കും പറഞ്ഞേ? 6 അല്ലെ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പോൾ നമുക്ക് ഇങ്ങനെ 1, 2, 3, 4 ശ്രേണികളും 4 രീതികളിൽ നമ്മൾ ഇങ്ങനെ എഴുതി പോയി അല്ലേ. ഇങ്ങനെ എഴുതി പോകുന്നതിനെയാണ് നമ്മൾ ശ്രേണികൾ അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക നിയമം ഉപയോഗിച്ച് ഒരു ചെറിയ റൂൾ ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ എന്താ ചെയ്തേ? 2 കൂട്ടി കൂട്ടി പോയി. അല്ലെങ്കിൽ ഈവൻ നമ്പർ ഇരട്ട സംഖ്യകൾ എഴുതി. ഇവിടെ 5ന്റെ ഗുണിതങ്ങൾ എഴുതി. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ ടൈമിലും 5 കൂട്ടി കൂട്ടി പോയി. ഇവിടെ എന്ത് കൂട്ടിപ്പോയി? ആദ്യം 1 കൂട്ടി അല്ലേ. നമ്മള് നാച്ചുറൽ നമ്പറുകൾ ആഡ് ചെയ്തു. എണ്ണൽ സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിപ്പോയി. 1 കൂട്ടി, 2, അടുത്തേൽ 3, അടുത്തേൽ 4, അടുത്തേൽ 5, അടുത്തേൽ 6 എന്നിങ്ങനെ കൂട്ടിപ്പോയി. ഇവിടെയോ വർഗങ്ങളാണ്, സ്ക്വയറുകളാണ് നമ്മൾ എഴുതി വെച്ചത്. ഒന്നിന്റെ നാച്ചുറൽ നമ്പറിന്റെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകൾ, വർഗങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, ഇനി 7, 49, 7 സ്ക്വയർ 49 എന്നൊക്കെ നമ്മൾ എഴുതി പോകും. അപ്പോൾ ഇതേപോലെ ഏതുപോലെ ഒരു നിയമം അനുസരിച്ച് എഴുതുന്ന ഒരു കൂട്ടം നമ്പറുകളെ, ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ശ്രേണി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഈ പാഠത്തിന്റെ ഹെഡിങ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്നാണ്. സമാന്തര ശ്രേണികൾ, സമാന്തര ശ്രേണി, സമാന്തര ശ്രേണി, സമാന്തര ശ്രേണികൾ. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി? ഇതേപോലെ തന്നെ ശ്രേണികൾ തന്നെയാണ്. ഓക്കെ, സീക്വൻസുകൾ തന്നെയാണ്. അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാൻ പറയാം. ഒന്നാമത്തെ എക്സാമ്പിളും രണ്ടാമത്തെ എക്സാമ്പിളും ഒന്ന് നോക്കിക്കേ. എന്താണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് നോക്കാം. നോക്ക്, 2ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 6 കിട്ടി. 6ന്റെ കൂടെ വീണ്ടും ഞാൻ 2 കൂട്ടുകയാണ്, 8 കിട്ടി. 8ന്റെ കൂടെ വീണ്ടും 2 കൂട്ടുകയാണ്, 10 കിട്ടി. 10ന്റെ കൂടെ വീണ്ടും 2 കൂട്ടുകയാണ്, 12 കിട്ടി. രണ്ടാമത്തെ ഇതിലേക്ക് നോക്ക്. നിങ്ങൾക്ക് തന്നെ അതിന്റെ ഐഡിയ കിട്ടും. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും സാധനം നിങ്ങൾക്ക് കിട്ടും.
5ന്റെ കൂടെ 5 കൂട്ടി 10 കിട്ടി. 10ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി. 15ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 20 കിട്ടി. 20ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 25 കിട്ടി. 25ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 30 കിട്ടി. 30ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 35 കിട്ടി. എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? ഇവിടെ നോക്കിക്കേ, ഒരേ നമ്പറുകൾ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് കൂട്ടി എഴുതിയത് അല്ലേ? അടുത്ത ടേം കിട്ടാൻ, അടുത്ത പദം കിട്ടാൻ ഒരേ നമ്പറുകൾ തന്നെ. ഇവിടെ 2 തന്നെയാ കൂട്ടി എഴുതിയത് അല്ലേ? ഇവിടെയോ 5 തന്നെയാണ് കൂട്ടി എഴുതിയത് അല്ലേ? 5ഉം 5ഉം 10ഉം 5ഉം 15ഉം 5 20ഉം 5 25 5 അല്ലേ? കൂട്ടി നമ്മൾ എഴുതിപ്പോയതൊക്കെ സെയിം നമ്പറുകൾ തന്നെയാണ്. ഇവിടെ അങ്ങനെയാണോ? അല്ല. 1 2 3 4 5. ഇവിടെ അങ്ങനെയാണോ? നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അങ്ങനെ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയ ഈ 2 ടീമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് വിളിക്കുന്നത്, സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സമാന്തര ശ്രേണി? എന്തായിരിക്കും സമാന്തര ശ്രേണി? അരിത്തമെറ്റിക് സീക്വൻസ് ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് ആവർത്തിച്ച് ഒരേ സംഖ്യകൾ തന്നെ കൂട്ടി എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ? ഒരു നമ്പറിൽ തുടങ്ങി. ഒന്ന് എഴുതി നോക്കാം. ഞാൻ വെറുതെ എഴുതാണ്. 6ൽ തുടങ്ങി. ഓക്കെ, ഞാൻ ഒരു നമ്പർ കൂട്ടി എഴുതാണ് 3. ഓക്കെ, 6 3 9. ഇനിയും ഞാൻ ഏതാ കൂട്ടുക? 3 കൂട്ടുക. 9 3 12. വീണ്ടും ഞാൻ ഏതാ കൂട്ടുക? 3 തന്നെയാണ്. 12 3 15. വീണ്ടും ഞാൻ ഏത് തന്നെ കൂട്ടുക? 3. 15 3 18. ഇങ്ങനെ ഒരു നമ്പറിൽ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നത്. പുരിഞ്ചിതാ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളും കൂടി എഴുതാം. ഇവിടെ നോക്കിക്കേ, ഒരു നമ്പറിൽ തുടങ്ങുകയാണേ. 3 തുടങ്ങിയാലോ? 3. ഓക്കെ, ഞാൻ കൂട്ടി എഴുതാൻ ഉദ്ദേശിക്കുന്ന നമ്പർ എന്താണ്? 1 ആയിക്കോട്ടെ. 3 1 4, 4 1 5, 5 1 6, 6 1 7. അങ്ങനെയാണെങ്കിൽ ഇതും 3 4 5 6 7 എന്ന് പറയുന്നതും എന്ത് ശ്രേണിയാണ്? സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒരു നമ്പറിൽ തുടങ്ങുക, വീണ്ടും ആവർത്തിച്ച് ഒരേ നമ്പറുകൾ കൂട്ടി എഴുതുക. ഒന്നും കൂടി എഴുതി നോക്കാം. 5. ഓക്കെ, ഞാൻ എന്തെടുക്കുകയാണ്? എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഞാൻ 3 കൂട്ടി എഴുതുകയാണ്. 5ഉം 3ഉം 8, 8ഉം 3ഉം 11, 11ഉം 3ഉം 14. അങ്ങനെയാണെങ്കിൽ 5 8 11 14 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. കാരണം ഒരു നമ്പറിൽ തുടങ്ങിയിട്ട്, മനസ്സിലായോ? അതേ നമ്പർ തന്നെ എന്ത് ചെയ്യടാ? കൂട്ടി എഴുതി പോവാണ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഓക്കെ, കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു നമ്പർ എടുക്കുകയാണ്. 3 2 5 2 7 2 9. നോക്കിക്കേ, ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. സമാന്തര ശ്രേണിയല്ലേ? അതെ അല്ലേ? 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 2ഉം 9ഉം 2ഉം 11ഉം 2ഉം 13 ഇങ്ങനെ തന്നെ എഴുതി പോകാം. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണി ആണെങ്കിൽ ഇതിലെ ആദ്യത്തെ ടേമിന് ഈ ആദ്യമുള്ള ആൾക്ക് പറയുന്ന പേരാണ് ഇവന് പറയുന്ന പേരാണ് എന്താ പറയാ? ഫസ്റ്റ് ടേം. എന്താ വിളിക്കുക ഇവനെ? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയും. ആദ്യ പദം ഫസ്റ്റ് ടേം. ഈ എഫ് എന്ന് പറയുന്ന ലെറ്ററിൽ കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഏത് ലെറ്റർ ഉപയോഗിക്കാറുണ്ട്? സ്മോൾ ലെറ്റർ എയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ എക്സും ഉപയോഗിക്കാറുണ്ട്. പ്രശ്നമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ഫസ്റ്റ് ടൈം എഫിലല്ലേ തുടങ്ങുന്നത്, അപ്പോൾ എഫ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിന് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എഫ്.
ഇനി നോക്കണേ, ഈ തൊട്ട് മുമ്പിലത്തെ നമ്പറിൽ നിന്ന് പുറകിലെ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 5ൽ നിന്ന് ഞാൻ ഈ 3 കുറയ്ക്കുകയാണ്, എത്രയാ കിട്ടുക? ഇവിടെ എഴുതട്ടെ, 5 - 3 എത്ര കിട്ടും? 2. ഇനി അടുത്ത എടുക്കുകയാണേ, ഈ 5ന് തൊട്ട് മുമ്പിലത്തെ സംഖ്യ എന്നാണ് ഓർക്കുന്നത്, പുറകിലെ കുറയ്ക്കുക. എന്താ ഇത്? തൊട്ട് മുന്നിലത്തെ സംഖ്യന്ന് പുറകിലെ സംഖ്യ എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ 7ൽ നിന്ന് 5 കുറയ്ക്കുകയാണ്, 7 - 5. 7ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? വീണ്ടും 2. ദെൻ ഇനി ഇതിന്റെ തൊട്ട് മുന്നത്തെ ഞാൻ അതിന്റെ തൊട്ട് പുറകിലെ കുറയ്ക്കുകയാണ്, 9 - 7. 9 - 7 എത്രയാ ഉത്തരം? 2 അല്ലേ? ഞാനിപ്പോ എന്താ ചെയ്തേ? തൊട്ട് മുന്നിലത്തെ സംഖ്യന്ന് തൊട്ട് പുറകിലെ സംഖ്യ എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലേ? സെയിം ആണ് കണ്ടോ, 2 2 2. നമ്മൾ എടുത്ത 3 കണ്ടീഷനിലും നമുക്ക് കിട്ടിയത് ഒരേ നമ്പർ ആണ്, കോമൺ ആയിട്ടുള്ള നമ്പറാണ് കിട്ടിയത് അല്ലേ? നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? ഡിഫറൻസാ കണ്ടുപിടിച്ചത്. കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് ഡിഫറൻസ്. ഓക്കെ, കൂട്ടിയാൽ കിട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സം എന്ന് വിളിക്കും. സം, തുക. ഓക്കെ, കുറയ്ക്കുന്നതിന് നമ്മൾ മലയാളത്തിലാണെങ്കിൽ വ്യത്യാസം എന്ന് പറയും കേട്ടോ, 2 സംഖ്യകളുടെ വ്യത്യാസം. ഇപ്പൊ നമ്മളിവിടെ വ്യത്യാസമാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ വ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു നമ്പറായിട്ട് കിട്ടിയേ, കോമൺ ആയിട്ടുള്ള നമ്പറാണ് കിട്ടിയേ. അതുകൊണ്ട് തന്നെ ഇവന് അത് തന്നെ ചേർത്ത് നിങ്ങൾക്ക് വായിക്കാം. അതായത് ഡിഫറൻസ് കോമൺ ആണ്, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താ വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ്. ഓക്കെ, പൊതുവായിട്ടുള്ള വ്യത്യാസം, കുറയ്ക്കൂല, ഇത് വ്യത്യാസമാണ്. അപ്പോ നമുക്ക് ഇവനെ എന്ത് വിളിക്കാം? പൊതുവ്യത്യാസം. എന്ത് വിളിക്കാം? പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ്. ഡിഫറൻസിന്റെ ഡി ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? ഡി. ഓക്കെ, ഫസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എഫ്. ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ്. ഒരു സീക്വൻസ് കണ്ടാൽ അതിൽ ആദ്യത്തെ നമ്പർ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതോ തൊട്ടു മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം കുറച്ചാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടേമും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം, ആദ്യ പദം, ഡി എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അപ്പോൾ എഫും ഡിയും നമുക്ക് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ, ഇതിനകത്ത് ഞാൻ ഈ തന്ന ചോദ്യത്തിൽ ഫസ്റ്റ് ടൈം എത്രയാ? വെരി സിമ്പിൾ. ഫസ്റ്റ് ടൈം എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് 5 കുറയ്ക്കണം 3 എത്രയാ? 2 അല്ലേ? ഒരെണ്ണം മാത്രമല്ല കേട്ടോ, 1 2 ചെയ്ത് നോക്കണേ, കാരണം ഇത് ചിലപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാതെയും പോകും. അപ്പോൾ 7 കുറയ്ക്കണം 5 എത്രയാ? 2 തന്നെ. അപ്പോൾ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? D = 2 ആൻഡ് F = 3 എന്ന് കിട്ടി. ഞാൻ ഒരു ചോദ്യം കൂടി തരട്ടെ, ഒന്ന് ചെയ്തു നോക്കൂ. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് കേട്ടോ. Find the first term and common difference of the following sequence. വേണ്ട, അങ്ങനെ എഴുതൊന്നും വേണ്ട. താഴെ പറയുന്ന ശ്രേണികളുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക, അത്ര ഉള്ളേ. 2 5 8. ഓക്കെ, അടുത്തത് അടുത്ത ടേം, 3 ടേമുകളും കൂടി എഴുതണം കേട്ടോ. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, ആദ്യ പദം കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, അടുത്ത 2 ടേമുകൾ കൂടി എഴുതുകയും വേണം. ഓക്കെ, ഫസ്റ്റ് ടൈം സീക്വൻസിന്റെ എത്രയാ? 2. കോമൺ ഡിഫറൻസ് തൊട്ടു മുൻപിത്തെ സംഖ്യയിൽ നിന്ന് പുറകിലെ സംഖ്യ കുറച്ച് നോക്കണം. 5 - 2 എത്രയാ? 3. ഇവിടെയും കൂടി ഒന്ന് ചെയ്ത് നോക്ക്. 8 - 5 അല്ലെ? നമ്മളിപ്പോ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? 5 കുറയ്ക്കണം 2, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഇത് തമ്മിലൊന്നും കുറച്ച് നോക്കാം നമുക്ക്. 8 കുറയ്ക്കണം 5, 8 കുറയ്ക്കണം 5, അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 3. അങ്ങനെയെങ്കിൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടി? നമുക്ക് 3 എന്ന് കിട്ടി. പൊതുവ്യത്യാസം എത്രയാണ്? 3. സിമ്പിൾ അല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി ഈ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് അടുത്ത ടൈമുകൾ എഴുതാം.
ഏത് സംഖ്യയാണ്, ഏതാ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ആണ് ഈ കൂട്ടി കൂട്ടി പോകുന്ന നമ്പർ. അതെത്രയാ? 3. അപ്പോൾ 2 3 5 5 3 8. കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ, എത്രയാ? 3. ഇത് കൂട്ടിയാൽ മതി. 8 3 11, 11 3 14, 14 3 17. മനസ്സിലായോ? അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേമുകൾ എഴുതാൻ എന്താണ്? എളുപ്പമാണ്. നമ്മൾ നേരത്തെയും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. 2 4 6 8 5 10 15 ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് ആയിരുന്നു. നമുക്ക് അന്നേരം എന്താ അറിയില്ലായിരുന്നു? അതിന്റെ പേര് അറിയില്ലായിരുന്നു. ഇത് പൊതുവ്യത്യാസമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴറിയാം. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് എന്റെ മക്കളൊന്ന് പറഞ്ഞേ. നിങ്ങളെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ അല്ലേ, അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പറ. റെഡി? അപ്പോ ഫസ്റ്റ് ഡേ നോ ഡൗട്ട് കണ്ണ് കാണുന്നവനൊക്കെ എഴുതി വെക്കാം അല്ലേ? എത്രയാ? നമുക്ക് നേരെ നോക്കിയാൽ മനസ്സിലായില്ലേ? എത്രയാണ്? 1 ആണ്. അപ്പോ ഫസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ദെൻ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യാം? തൊട്ടു മുന്നത്തെ പുറകിലെ കുറച്ച് നോക്കാം. 3 മൈനസ് 1 എത്രയാ? 2 ആണോ? ദെൻ തൊട്ടു മുമ്പത്തെ പുറകിലെ കുറയ്ക്കാം. 5 മൈനസ് 3 5 മൈനസ് 3 എത്രയാ? 2. കിട്ടിയോ? കിട്ടിയോ? അങ്ങനെയെങ്കിൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഫസ്റ്റ് ടൈം ആദ്യ പദം 1ഉം കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. കോമൺ ഡിഫറൻസ് കിട്ടിയ അടുത്ത ടൈം എഴുതിക്കൂടെ? കോമൺ ഡിഫറൻസ് എത്രയാ? 2. അപ്പൊ അടുത്ത ടൈം എഴുതണം എങ്ങനെയാ? 5 പ്ലസ് 2 പറഞ്ഞ് കൂട്ടിക്കേ 7. 7 പ്ലസ് 2 കൂട്ടിക്കേ 9. 9 പ്ലസ് 2 കൂട്ടിക്കേ 11 എക്സെട്രാ. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതി 3 കുത്തിട്ടാൽ മതി കേട്ടോ. എക്സെട്രാ എന്നാണ് അതിനർത്ഥം. ഓക്കെ, കിട്ടിയോ? സിമ്പിൾ അല്ലേ ഈ സാധനം? ഓക്കെ, വളരെ എളുപ്പമാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് മാത്സ് പഠിച്ചു പോകാം. മാത്സിനെ പേടിക്കൊന്നും വേണ്ട. ലീഡ്സ് അക്കാദമി കൊടുക്കുന്ന മാത്സ് സെറ്റാണ്. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ക്ലാസ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാന് ഇപ്പൊ തന്ന എന്താണ്? ഒരു സീക്വൻസ് തന്നു, ഒരു ശ്രേണി തന്നിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യ പദവും പൊതുവ്യത്യാസവും തരട്ടെ, ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് തരട്ടെ, തിരിച്ച് സീക്വൻസ് എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ തരാണ്. എഫ് ഈസ് ഈക്വൽ ടു, എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡേ. എഫ് ഈസ് ഈക്വൽ ടു 2 ആണ്. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 3 ആണ്. ഡി ഈസ് ഈക്വൽ ടു 3 ആണ്. അത് ഇപ്പോൾ അവിടെ മുകളിൽ എഴുതിയായിരുന്നല്ലോ അല്ലെ? അത് വേണ്ട. അപ്പൊ നമുക്ക് d is equal to 1. d is equal to 1. ഒന്നാമത്തെ ചോദ്യമാണേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി തരാണേ. ഇവിടെ നോക്ക്. f is equal to 8 and d is equal to 2. രണ്ട് ക്വസ്റ്റ്യൻസ്. സീക്വൻസ് എഴുതിക്കേ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. സീക്വൻസ് എഴുതുമ്പോൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 3 ടൈമെങ്കിലും എഴുതണം. ഓക്കെ, ലീഡ്സിലെ പിള്ളേർ 4 എണ്ണം എഴുതിക്കോ, അത് ഏറ്റവും നല്ലത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ എത്ര ടൈം എഴുതണം? 3 ടൈമെങ്കിലും സീക്വൻസ് എഴുതുമ്പോൾ എഴുതണം കേട്ടോ. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടൈം 2 ആയതുകൊണ്ട് 2 എന്ന് തന്നെ എഴുതാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ അടുത്ത പദം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 2ന്റെ കൂടെ 1 കൂട്ടണം. 2 പ്ലസ് 1 3. അടുത്ത ടൈം കിട്ടാനോ? കോമൺ ഡിഫറൻസ് ആണ് കൂട്ടി 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 പോകുന്നത് അല്ലെ? 3ഉം കോമൺ ഡിഫറൻസ് എത്രയാ? 1 ആണ് അല്ലെ? 3ഉം 1ഉം 4. അടുത്ത പറഞ്ഞടാ. അടുത്ത എത്രയാ? 5. അടുത്ത പറയാൻ പറ്റുമോ? ഇത്രയൊന്നും എഴുതണ്ട, 4 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അടുത്ത എത്രയാ? 6 7 അല്ലേ? പൊതുവ്യത്യാസം നമ്മൾ കൂട്ടി 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 എന്ത് ചെയ്തു? എഴുതി. നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? കിട്ടിയോ? 2 3 4 5 6. ദാറ്റ്സ് എ സീക്വൻസ്. ഓക്കെ, ഒരു 3 കുത്തും കൂടി ഇട്ടേക്ക് കേട്ടോ. 3 4 കുത്തിട്ടേക്ക്. അത് തീരുന്നില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എഫ് ഈസ് ഈക്വൽ ടു 8. അതായത് ആദ്യ പദം 8, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം എഴുതാം 8. ഓക്കെ, ഇനി അടുത്ത ഓരോ ടൈം കിട്ടണമെങ്കിൽ എന്താ നമ്മൾ കൂട്ടിക്കൂട്ടി എഴുതേണ്ടത്? എന്താ കൂട്ടിക്കൂട്ടി എഴുതണ്ടേ? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആണ് കൂട്ടിക്കൂട്ടി എഴുതേണ്ടത് അല്ലെ? അപ്പോ 8ന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും അല്ലെ? കോമൺ ഡിഫറൻസ് കൂട്ടറാ. 10ന്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര? പൊതുവ്യത്യാസം 2, 10ഉം 2ഉം 12.
ദെൻ 12 സുഖമില്ല. ഓക്കെ, 12. ഇനിയോ 12 കൂടെ 2 കൂട്ട് എത്രയാണ്? 14. അതിന്റെ കൂടെ 2 കൂട്ട് 16, 18, 20 എക്സെട്ര. എത്ര വേണേലും നമുക്ക് എന്ത് ചെയ്യാം? എഴുതി പോകാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 2 പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ പഠിച്ചു. അരിത്തമെറ്റിക് സീക്വൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ഫസ്റ്റ് ടേം എഫ്, ആദ്യ പദം എഫ്, പിന്നെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി. അപ്പം എഫിനെ ഡിനെ നമ്മൾ പഠിച്ചു. ഒരു സീക്വൻസ് തന്നാൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ, ഒരു ശ്രേണി തന്നാൽ അതിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ സീക്വൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചു. സിമ്പിൾ അല്ലേ? എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഫൈനൽ എക്സാമിനും ഉണ്ടാവും, ഓണപരീക്ഷയ്ക്കൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് മാത്സ് നല്ല സെറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ടേക്ക് കെയർ.